ഗൈസ്, അപ്പം നമ്മളിതേ ഒരു രാവിലെ 3:30 അടുത്ത് ഇറങ്ങി. ഇപ്പോൾ ഓട്ടോ എത്താറായിട്ടുണ്ട്. ഇനി അവിടെ നിന്നൊരു 3 hours 2 hours അടുത്ത് മോൺട്രിയലെത്തും. രാവിലെ എഴുന്നേറ്റതിൻ്റെ ഒരു ക്ഷീണമൊക്കെ ഉണ്ടെങ്കിലും ഒരു കോഫിയൊക്കെ എടുത്ത് അടിപൊളിയായിട്ട് പോകുന്നു. ഇനി അവിടെ എത്തിയിട്ട് നമുക്ക് അവിടുത്തെ സിറ്റുവേഷൻ എന്താണെന്നൊക്കെ നോക്കാം. ഇപ്പം കുഴപ്പമില്ലാത്ത ക്ലൈമറ്റൊക്കെ ആയിട്ട് നമ്മൾ പോകുന്നുണ്ട്. ഒരു ജസ്റ്റ് 2 day ട്രിപ്പിനായിട്ട് നമ്മൾ പോകുന്നത്. കുറച്ച് നാളായിട്ട് പ്ലാൻ ചെയ്തിരുന്നതാണ്. സോ അടിപൊളിയായിട്ട് പോകുമെന്ന് വിചാരിക്കുന്നു. ബാക്കിയുള്ളതൊന്നും നോക്കാം. ഞാൻ പറഞ്ഞ പോലെ തന്നെ എനിക്കിത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു വ്ളോഗാണ്. ഞങ്ങൾ ഫ്രണ്ട്സായിട്ട് ഒരുപാട് പ്ലാൻ ചെയ്തതിന് ശേഷം ഫൈനലി നടന്നൊരു ട്രിപ്പ് ആയതുകൊണ്ട് തന്നെ എനിക്കിത് വളരെ സ്പെഷ്യലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് കുറച്ച് ലേറ്റ് ആയെങ്കിലും ഇത് അപ്ലോഡ് ചെയ്യാനായിട്ട് ഞാൻ മറ്റൊരുപാട് വീഡിയോസ് എടുത്ത് വെച്ചിട്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റാതിരുന്നത് പോലെ. ഇത് പോകരുതെന്ന് എനിക്കൊരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് സമ്മറിൽ പോയൊരു ട്രിപ്പാണെങ്കിൽ കൂടി ഇപ്പോൾ കാനഡയിൽ വിൻ്റർ ആണെങ്കിലും ഞാൻ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചത്. എനിക്ക് ഉറപ്പാണ് നിങ്ങൾക്കിത് ഇഷ്ടപ്പെടും എന്നുള്ളതും. സോ ഐ എം സോ ഹാപ്പി ടു ബ്രിങ് ദിസ് ടു യു ഗൈസ്. ഹോപ്പ് യു ഗൈസ് വിൽ എൻജോയ് ഇറ്റ്. ഞങ്ങളങ്ങനെ ക്യൂബക്കിൽ മോൺട്രിയൽ എത്തി. 6 മണിക്കൂറിന്റെ യാത്രയ്ക്ക് ശേഷം നമ്മളെത്തി. ഞങ്ങൾ ആദ്യത്തെ ആക്ടിവിറ്റി ചെയ്യാൻ പോവാണ്. ക്രൂസിന് പോവാണ്. ഇവിടെ ഫുള്ള് ഫ്രഞ്ച് ആയതുകൊണ്ട് തന്നെ നമുക്കെല്ലാം വഴി തെറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് സമയത്തിന് എത്തുന്നുള്ള പ്രതീക്ഷയിൽ ഞങ്ങൾ ഓടുകയാണ്. സോ സമയത്തിന് എത്തിയാൽ നമുക്ക് അവിടെ നിന്ന് കാണാം. ഞങ്ങളിത് കഴിഞ്ഞിട്ട് ജൈൻവേലെ വന്ന് കയറുന്നതായിരിക്കും. നേഹ പറഞ്ഞു അപ്കമിങ് വ്ളോഗർ. അപ്പം ഈ ടിക്കറ്റ് വെച്ചിട്ടാണ് നമ്മൾ ക്രൂസിൽ കയറാൻ പോകുന്നത്. സോ ഐ തിങ്ക് ഇവിടെ താഴേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് ക്രൂസ് കാണാം. ക്രൂസ് അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഐ ഹോപ്പ് യു ഗൈസ് ക്യാൻ സീ. ആ കാണുന്നതാണ് നമ്മുടെ ക്രൂസ്. അത് യാച്ച. ഞങ്ങളുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനിലെത്തി. സമയമൊന്നും തെറ്റിയില്ല. കറക്റ്റ് സമയത്ത് എത്തി.
ഞങ്ങൾ ഈ ട്രിപ്പിൽ ചെയ്തിട്ടുള്ള എല്ലാ ആക്ടിവിറ്റീസും ഞങ്ങൾ ഓൾറെഡി പ്രീ ബുക്ക് ചെയ്തതായിരുന്നു. സോ ഇഫ് യു ആർ പ്ലാനിങ് ടു ഗോ ടു മോൺട്രിയൽ ലൈക്ക് ഡ്യൂറിങ് സമ്മർ ടൈംസിൽ നിങ്ങൾ മേക്ക് ഷുവർ ചെയ്യുക നിങ്ങൾ നേരത്തെ ബുക്ക് ചെയ്യുന്നുണ്ടെന്ന്. കാരണം സോൾഡ് ഔട്ട് ആയി പോകാനായിട്ടുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. ആൻഡ് പല ടൈപ്പ് ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പം ഞങ്ങൾ ചൂസ് ചെയ്തതൊരു 1 hour ക്രൂസ് ട്രിപ്പ് ആയിരുന്നെങ്കിൽ അതിൻ്റെ തന്നെ ഒരു 3 hours ഉള്ള ഈവനിങ്ങിലുള്ള ഒരു ഡിന്നറൊക്കെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള പാക്കേജ് ഉണ്ടായിരുന്നു. ബട്ട് വി സെലക്ടഡ് ദി 1 hour one. ഒരു 6 hour ഡ്രൈവിനൊക്കെ ശേഷം ഭയങ്കര റിലാക്സിങ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ആൻഡ് ചുറ്റുമുള്ള ഒത്തിരി അട്രാക്ഷൻസിനെ കുറിച്ച് ഒരു നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തരുകയും ചെയ്യും. ആൻഡ് വി ഓൾ എൻജോയ്ഡ് ഇറ്റ് വെരി മച്ച്. സോ മോൺട്രിയൽ പോകുന്നുണ്ടെങ്കിൽ മിസ്സാക്കാതെ എക്സ്പീരിയൻസ് ചെയ്യാം. Won't be enough. Well, I can see your house from here. സോ ആഫ്റ്റർ ദി ക്രൂസ് ആൻഡ് എവറിത്തിങ് ഞങ്ങൾ അവിടെ അടുത്ത് തന്നെയായിട്ട് കുറേ ഫുഡ് ട്രക്സ് ഉള്ളൊരു സ്പോട്ട് കണ്ടു. അവിടെ വെറൈറ്റി ഓഫ് ബർഗേഴ്സും പുട്ടീൻസും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരുന്നു. അപ്പം ഞങ്ങൾ ലഞ്ചായിട്ട് അവിടെ നിന്ന് ഫേമസ് മോൺട്രിയൽ മീറ്റ് പുട്ടീനാണ് മേടിച്ചത്. എനിക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷെ ഒരു എക്സ്ട്രാ ഓർഡിനറി എന്ന് പറയാനൊന്നുമില്ല. ബട്ട് ഇറ്റ് വാസ് ഗുഡ്, ഐ ലൈക്ക് ഇറ്റ്. ഞങ്ങൾക്ക് നെക്സ്റ്റ് ആക്ടിവിറ്റി അതിൻ്റെ അടുത്ത് തന്നെ ആയിരുന്നതുകൊണ്ട് ഞങ്ങൾ പിന്നീട് ലഞ്ചിന് വേറെ സ്പോട്ടൊന്നും അന്വേഷിച്ച് പോകാൻ നിന്നില്ല. അപ്പോൾ നേരത്തെ മെൻഷൻ ചെയ്തതുപോലെ ജയൻറ്റ് വീലാണ് ഞങ്ങളുടെ നെക്സ്റ്റ് ആക്ടിവിറ്റി. ഞങ്ങൾ അതും ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ ചെന്ന് ഈ ടിക്കറ്റ് കാണിച്ചാൽ മതിയായിരുന്നു അവർക്ക്. ഞാൻ നയഗ്രയിൽ ഓൾറെഡി ജയൻറ്റ് വീലിൽ കയറിയിട്ടുണ്ട്. സോ ഒരു ഐഡിയ ഉണ്ടായിരുന്നു അങ്ങനെ ഒരു പതുക്കെ പോവുള്ളൂ. ഹൈറ്റ് പേടിയുള്ളത് കൊണ്ട് തന്നെ അതൊക്കെ മേക്ക് ഷുവർ ചെയ്തിട്ടാണ് ഞങ്ങൾ എല്ലാവരും കയറിയത്. പക്ഷെ ദ വ്യൂസ് വാസ് റിയലി ബ്യൂട്ടിഫുൾ. ലൈക്ക് ഭയങ്കര ഒരു എന്താ ഓൾ സിറ്റിയുടെ ഒരു വ്യൂ കിട്ടുന്നൊരു ആക്ടിവിറ്റി ആയിരുന്നു. ആൻഡ് വി റിയലി എൻജോയ്ഡ് ഇറ്റ്. Through the day, trust that I'll be okay.